കടപ്പുറമീൻ കൂട്ടാനുള്ള പേടി കൊണ്ട് വരാൽ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ. അങ്ങനെ ഫസ്റ്റ് കാസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പയ്യൻ ഇപ്പുറത്ത് നിന്ന് ഊഞ്ഞാലാടുന്ന കണ്ടോ. നമ്മുടെ നാട്ടുകാരനല്ല കേട്ടോ, ഒരു ഹിന്ദിക്കാരൻ പയ്യനാണ്. അപ്പോൾ അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് സംഭവം. അപ്പം നമുക്കൊരു സ്ട്രൈക്കും കിട്ടി. നമ്മൾ വരാലിനപ്പോൾ കരയിലേക്ക് ഇട്ടു. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പയ്യനും പയ്യൻ്റെ കൂടെ വന്ന ഹിന്ദിക്കാരൻ ചേട്ടനും അവർ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഹിന്ദി എനിക്കറിയാൻ വരാത്തതുകൊണ്ട് ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല, എല്ലാം കേട്ട് എന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് കിട്ടിയേക്കുന്ന ഒരു വിയറ്റ്നാം വരാലാണ്. വിയറ്റ്നാം വരാൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നാടൻ വരാൽ. നമ്മുടെ നാടൻ വരാലൊന്നും ഇപ്പം കിട്ടാൻ, ഇവരെല്ലാം കൂടെ ക്രോസ് ആയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന കൂടുതലും വിയറ്റ്നാം വരാൽ. പൊക്കി കുഞ്ചായിട്ട് വന്നാൽ മീൻ കിട്ടാതിരിക്കത്തില്ല. ഇത് ക്രോസ് ആണ്, ബേബി ക്രോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രാവോടെ അതിനകത്താണ് അടിച്ചേക്കുന്നത്. നല്ല ഹൂക്കപ്പാ. ഏത് പ്രോ കേട്ടോ നോക്കട്ടെ, അതൊന്ന് കാണിച്ചു വിട്ടേ. ക്രോസ്, ബേബി ക്രോസ്, ബ്രാവോടെ ബേബി ക്രോസ് ഉണ്ട്. ഞങ്ങൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മഴ തുടങ്ങിയേട്ടാ. അങ്ങനെ ആ മഴയത്ത് നമുക്ക് അടുത്ത സ്ട്രൈക്ക് കിട്ടി. പക്ഷേ ആ സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം വീണ് ക്യാമറയൊക്കെ ബ്ലറായിപ്പോയി. അത് തുടച്ചിട്ടാണ് നമ്മളിപ്പം എടുക്കുന്നത്. നമുക്ക് രണ്ടാമത് കിട്ടിയതും വിയറ്റ്നാം വരാൽ തന്നെയാണ്. പക്ഷെ നല്ല ഉരുണ്ട നല്ല വെയിറ്റുള്ള വരാലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാലിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തലയൊക്കെ നല്ല ഉരുണ്ടിരിക്കുന്നു കാണാവാ. ഈ ഫ്രോഗും വിഴുങ്ങി കേട്ടോ, എൻ്റെ പല്ലൊക്കെ നോക്കും വിഴുങ്ങി ഉണ്ണാക്കി വെച്ചേക്കും. അതിങ്ങനെ നോക്കി ഉണ്ടാ. നമുക്ക് എടുക്കാം. കത്രിക വേദന എടുത്ത് ടാസ്കിലുള്ള പ്രശ്നമാണ്. ഇത് രണ്ടാമത്തെ, അത് രണ്ടും കൂടെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വീശുന്ന സ്ഥലത്തോട്ടാണ് പോയത്. ഇവിടെ ഒരു നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഒഴുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്ത് മാത്രം ഇങ്ങനെ വെള്ളം ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴുകിങ്ങോട്ട് വരും. ഇപ്പോൾ ഒരുപാട് സിലോപ്പി, പിന്നെ പുല്ലാൻ, വരാൽ, വാള ഒക്കെ ഈ ഒഴുക്കിൻ്റെ അവിടെ വന്ന് നിൽക്കും ചെറിയ മീനെയൊക്കെ പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടെ വന്ന് വീശുന്നത്. പുള്ളിക്കാരൻ ഇവിടുന്ന് ആ ഒരു 2 ദിവസം കൊണ്ട് തന്നെ എനിക്കൊന്നൊരു 10-50 കിലോയെങ്കിലും പിടിച്ചു തന്നെ. പുള്ളി വേറെ അങ്ങ് പോയില്ല, അവിടെ തന്നെ നിന്ന് വീശുമായിരുന്നു. അപ്പോൾ ഞാൻ കാസ്റ്റ് ചെയ്ത് ഇപ്പുറത്തുനിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ വീശുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. കാര്യം പുള്ളി ഒരു 10 മിനിറ്റ് ഇടവിട്ട് സെയിം സ്പോട്ടിൽ തന്നെ വീശുന്നത്. പക്ഷേ വീശുമ്പോഴൊക്കെ 1-2 മീനൊക്കെ വെച്ച് കിട്ടാറുണ്ടായിരുന്നു പുള്ളി. 2 മീനല്ല കേട്ടോ, അത്യാവശ്യം വലിയ സൈസുള്ള മീനൊക്കെ കിട്ടിയായിരുന്നു. ഇവരൊക്കെ വീട്ടിലാവശ്യത്തിന് വേണ്ടി മാത്രം വീശുന്നതല്ല കേട്ടോ, ഇവർ കച്ചവടക്കാരാണ്. അപ്പോൾ കടപ്പുറത്ത് മീനൊന്നും ഇല്ല, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കായലിലും കനാലിലൊക്കെ വന്ന് വീശുന്നതാണ്.
ഈ വീശ വലയിൽ പുള്ളിക്കാരന് കിട്ടിയിരിക്കുന്നത് പുല്ലാനും കുറച്ച് കണ്ണിയും സിലോപ്പിയൊക്കെയാണ് കേട്ടോ. സിലോപ്പിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കിട്ടാനില്ല. സിലോപ്പി ഒരു കടക്കാരും എല്ലാവരും ഇങ്ങനെ തിരക്കടക്കം ഹോട്ടലുകാരും. സിലോപ്പി നമ്മുടെ കനാലിൽ നിന്നൊക്കെ ഇറങ്ങി കായലിലോട്ട് പോയിട്ട് തിരിച്ച് കനാലിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് സിലോപ്പിയൊക്കെ ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ. നേരത്തെ നമ്മളൊക്കെ ഇഷ്ടംപോലെ സിലോപ്പി സ്ലിംഗ് പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പം സിലോപ്പിന്ന് പറയാൻ പോലും പറ്റാത്ത സൈസിലുള്ള സിലോപ്പി, ചെറിയ കുഞ്ഞു സിലോപ്പികളാണ് മൊത്തം. ഈ വലിയ സിലോപ്പിയൊക്കെ കായലിലോട്ട് ഇറങ്ങി പോയി. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കനാലിലൊക്കെ നിറച്ച് പുളിവെള്ളമായിരുന്നു. പുളിവെള്ളം മാറി ഇനി ഫ്രഷായിട്ടുള്ള വെള്ളം വന്നാലാണ് മീനൊക്കെ തിരിച്ച് വരുത്തണമെന്നാണ് പറയുന്നത്. എന്നാലും വൈകിട്ടൊക്കെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം സിലോപ്പി പിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിക്കുമ്പോഴത്തേക്ക് കല്ലിൻ്റെ സൈഡിലായതുകൊണ്ട് സ്ലിംഗ് ഷോട്ടിൻ്റെ ഇതിൻ്റെ മൊന പോകുന്നതുകൊണ്ടാണ് ആരും അങ്ങനെ അത്ര റിസ്ക് എടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങാത്തത്. അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ പിടിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഈ കനാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീശുകാർ മാത്രമല്ല കേട്ടോ, ഏറ്റവും കൂടുതലുള്ളത് സ്ലിംഗ് ഷോട്ടുകാരാണ്. അപ്പോൾ സ്ലിംഗ് ഷോട്ട് പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളിവിടെ വന്ന് തന്നെ പരിചയപ്പെട്ടതാണ്. അവർക്കൊരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാ ആഴ്ചയും തൊടുപുഴയിൽ നിന്ന് ഒരു 2000 രൂപ മുടക്കിയാണ് എല്ലാ ആഴ്ചയും വരുന്നത്. പക്ഷെ അവരെപ്പോൾ വന്നാലും അവർക്ക് അത്യാവശ്യം ഒരു 10-20 കിലോ സിലോപ്പി മിനിമം കിട്ടും. കാര്യം ഒരു 3-4 പേരുമായിട്ടാണ് വരുന്നത്. 3-4 പേര് ഇന്ന് മീൻ പിടിക്കുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യത്തിലൊക്കെ ഇട്ട്. പിന്നെ അവർ കാരണത്തൊരു ചെറിയ ബോക്സിൽ ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ആലപ്പുഴക്കാർ തന്നെ ഒരുപാട് പേരുണ്ട് സ്ലിംഗ് ഷോട്ടിൽ. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ചിട്ടാണ്. കാര്യം നമ്മുടെ കനാലുകളിലൊക്കെ ഇഷ്ടംപോലെ സിലോപ്പി ഉള്ളതുകൊണ്ടാണ്. സിലോപ്പി ഈ എയർ ഇത് മുകളിലോട്ട് വരും, മഴയും വെയിലൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പിടിക്കാൻ സുഖമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഭയങ്കര വലിയ ബിസിനസ്സാണ് സ്ലിംഗ് ഷോട്ടിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ ഒരു പുതിയ കട, ഫിഷിംഗ് ടൂൾ എന്ന് പറഞ്ഞ കട, അവർ 5 വർഷം കഴിഞ്ഞപ്പോൾ റിനോവേഷനൊക്കെ ചെയ്തു വലിയ സെറ്റപ്പായിട്ട് ചെയ്തു. കാര്യം ഇനി ഒരു സാധനങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് പുറത്ത് പോകണ്ട. അതായത് ചെറിയ ചൂണ്ട മുതൽ 50,000 രൂപയുടെ ചൂണ്ടയും പരിപാടി വരെ ഉള്ള ഒരു കടയാണത്. ഞാൻ പറഞ്ഞ തൊടുപുഴക്കാരാണ് ഈ നിൽക്കുന്നത്. ഇവർ മീൻ പിടിക്കാൻ നിൽക്കുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുപ്പാലമാണ് കേട്ടോ. മുപ്പാലൊക്കെ ഇപ്പോൾ അടിപൊളിയാണ്, നിങ്ങൾ ഒന്ന് പോയി കാണണം. ഇവർ മീൻ പിടിക്കാൻ നിൽക്കുമ്പോൾ കാണുകളൊക്കെ ഇതാണ്. കാര്യം ഇവർ ഈ 4 പേരിൽ നിന്ന് അടിക്കുമ്പോഴും മീൻ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആളെപ്പോഴും ഇവരെവിടെ പോയി മീൻ പിടിക്കുന്നത് ഭയങ്കര ക്രൗഡായിരിക്കും അവരുടെ ചുറ്റിനും. പിന്നെ നമ്മൾ മെയിനായിട്ട് എന്താ ഇവിടെ ചെയ്യുന്ന കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് നമ്മൾ വരാലിനെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യും, വേറെ ഒരു മീനും കിട്ടത്തില്ല കേട്ടോ. നമ്മൾ റബ്ബർ ഫ്രോഗിലാണ് ഇത് പിടിക്കുന്നത്. അപ്പം നമ്മുടെ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് ഏത് ടൈപ്പിലുള്ള മീൻ പിടുത്തവും നമ്മൾ ഏറ്റെടുക്കും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതുവരെ എത്ര ഒരു വൈറൽ വീഡിയോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരിക. ടാറ്റാ.